നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 5.9ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബൂമാമാണ് BM63. ഇത് 2 kg വരെയുള്ള മൈക്ക് വെക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന ഒരു വൈറ്റ് കളർ ബൂമാണ് നമ്മളിന്നിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് 3 റൊട്ടേറ്റിംഗ് പാർട്സ് ആണുള്ളത്. ഒരു ഹൊറിസോണ്ടൽ, ഒരു വെർട്ടിക്കൽ, പിന്നെ ഒരു ഡെസ്കിലുള്ളൊരു സി മൗണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിതിൻ്റെ അകത്ത് മൂവബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ആദ്യം പറഞ്ഞ പോലെ 2 kg വരെയുള്ള മൈക്കാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 83 സെൻറ്റിമീറ്റർ വരെയാണ് നീളം. ഏകദേശം 1 മീറ്റർ വരെ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം ലെങ്ത് ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ പർച്ചേസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 1800 രൂപയായിരുന്നു. പക്ഷേ ഇത് കാണിക്കുന്ന MRP എന്ന് പറയുന്നത് ഏകദേശം 2400 രൂപ വരെയാണ് പ്രിൻ്റഡ് ആയിട്ടുള്ള MRP. പക്ഷേ ഡിസ്കൗണ്ട് ഉള്ള സമയത്തൊക്കെ നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1800 രൂപയ്ക്ക് താഴെയും ഇത് ചിലപ്പം കിട്ടിയെന്ന് വരാം. പക്ഷേ ഞാൻ വാങ്ങിച്ചത് ഏകദേശം 1840 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കധികം സംസാരിക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സീല് മാത്രം ഒന്ന് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുവാണ്. പാക്കേജിംഗ് എല്ലാം വളരെ നല്ല രീതിയിലാണ് ഇത് പാക്കേജ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിന് കേടുപാടൊന്നും സംഭവിക്കാതിരിക്കാനുള്ള രീതിയിൽ നല്ലപോലെ EVA ഫോം വെച്ച് ഡ്രാപ്പ് ചെയ്തിട്ടാണ് ഇത് ഫുള്ളി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. ഇതിനുള്ളിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് ഡെസ്ക് മൗണ്ട് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ അകത്ത് തന്നെ കിട്ടും. അപ്പോൾ തുറക്കം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്ന ഒരു EVA ഫോമാണ്. ഇതുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ട്രാൻസിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് പോവോ അല്ലെങ്കിൽ ഇത് സ്ക്രാച്ച് വരുമോ ഒന്നും ചെയ്യില്ല. ബോക്സിൻ്റെ അകത്ത് ജസ്റ്റ് ആ ബൂമാമും പിന്നെ അത് ഡെസ്കിൽ മൗണ്ട് ചെയ്യാനുള്ളൊരു സി ക്ലാമ്പ് മാത്രമാണുള്ളത്. വേറെ പ്രത്യേകിച്ച് അതിൻ്റെ അത് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ജസ്റ്റ് കേബിൾ ടൈ ചെയ്യാനുള്ളൊരു വെൽക്രോ പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു ടൈയും വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഒരു ടൈ അല്ല, ഇതിൻ്റെ അകത്ത് 3 ടൈ ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ 3 ടൈ ഒരുമിച്ച് അവരത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അതാണ്. അപ്പോൾ അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് 3 എണ്ണമായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ആക്ച്വൽ ആമെന്ന് പറയുന്നത്. ഇതൊരു മാറ്റ് വൈറ്റ് ഫിനിഷിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഡാർക്ക് കളറും അവൈലബിൾ ആണ്. ഇത് വളരെ സ്റ്റഡിയാണ്. മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കുറച്ച് ലൂസാക്കാനായിട്ട്. പക്ഷേ ഞാനിത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഡെസ്കിൽ മൗണ്ട് ചെയ്യാനുള്ള സ്ലീക്ക് ക്ലാമ്പ്. ഇത് മാക്സിമം 2 ഇഞ്ച് വിഡ്ത്തുള്ള വരെ ഡെസ്കിൽ മാത്രമേ ഇത് മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനുള്ളിൽ വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ബോക്സിനുള്ളിലില്ല. അപ്പോൾ പറഞ്ഞതുപോലെ ഈ സി ക്ലാമ്പിൻ്റെ കാര്യം മാക്സിമം 2 ഇഞ്ച് വരെ തിക്നെസ്സിൽ മാത്രമേ ഇത് മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് എപ്പോഴും മനസ്സിൽ വെക്കണം. നിങ്ങളുടെ ഡെസ്കിൻ്റെ തിക്നെസ് അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആമ വാങ്ങിച്ചപ്പോൾ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷനൊക്കെ ഇതിൽ നിന്ന് കിട്ടിയെന്ന് കരുതുന്നു. അപ്പം കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആമസോൺ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു എവരിവൺ.